സിപിഎമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പാർട്ടി അംഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന വാർത്തകൾക്കിടെ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. UDF പിന്തുണയോടെ മത്സരിക്കുന്ന പ്രചാരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ അദ്ദേഹം താൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ മറ്റൊരു മുന്നണിയിലേക്കോ താനില്ലെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചു. UDF പിന്തുണയോടെ മത്സരിക്കുമെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും അത്തരമൊരു ചിന്ത തനിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ അടുക്കൽ രാഷ്ട്രീയ ദൗത്യങ്ങളുമായി ആരും വന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. MA ബേബി തന്നെ സന്ദർശിച്ചപ്പോൾ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ചയായിരുന്നില്ല. പിന്നീട് തന്നെ സന്ദർശിച്ച R നാസറും സുജാതയും ഹരിശങ്കറും തന്റെ ബന്ധുക്കളാണെന്നും ആ സന്ദർശനങ്ങൾക്ക് രാഷ്ട്രീയമാനങ്ങളില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഹൈസ്കൂൾ കാലഘട്ടം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായ താൻ ആരുടെയും നിർബന്ധത്തിന് വഴിയല്ല പ്രസ്ഥാനത്തിലേക്ക് വന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദശാബ്ദങ്ങളോളം പാർട്ടിക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരാളെന്ന നിലയിൽ പാർട്ടിയെ ആക്ഷേപിക്കാനോ തള്ളിപ്പറയാനോ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി സമയത്ത് പാർട്ടി അംഗത്വം പുതുക്കിയല്ല എന്നത് വസ്തുതയാണ്. എന്നാൽ ഇത് രഹസ്യമായി വെക്കാനായിരുന്നു ആഗ്രഹം. ചാനലുകളിൽ വാർത്ത വന്നതുകൊണ്ടാണ് വിവരം പരസ്യപ്പെടുത്തേണ്ടി വന്നത്. അംഗത്വം പുതുക്കിയില്ലെങ്കിലും പാർട്ടിയുടെ നയങ്ങളോടോ ആശയങ്ങളോടോ തനിക്ക് യാതൊരു വിയോജിപ്പുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 15 പാർട്ടി കോൺഗ്രസുകളിൽ പ്രതിനിധിയായി പങ്കെടുത്ത തനിക്ക് പാർട്ടിയോ പാർട്ടി രേഖകളെയോ തള്ളിപ്പറയാൻ കഴിയില്ല. പാർട്ടിയുടെ നയങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് അംഗത്വം പുതുക്കാതിരുന്നതെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പാർട്ടിക്കുള്ളിലെ ചില പ്രവണതകൾക്കെതിരെ അദ്ദേഹം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ ഉപയോഗിച്ച് തന്നെ വ്യക്തിഹത്യ ചെയ്യുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തന്റെ പിതാവിനെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത് അങ്ങേയറ്റം വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച തന്റെ അച്ഛനെ വലിച്ചിഴയ്ക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ല. ഇത്തരം വ്യക്തിഹത്യകൾ പാർട്ടിയെ നശിപ്പിക്കുക മാത്രമേയുള്ളൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗാന്ധിജിയുടെ ലാളിത്യം വേണമെന്നും അമിതമായ അധികാരമോഹം പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് റോസാപ്പൂ വിരിച്ച പാതയിലൂടെയല്ല, മർദ്ദനങ്ങളും ഗുണ്ടായിസവും ജയിൽവാസവും എല്ലാം അനുഭവിച്ചാണ് ഈ നിലയിലെത്തിയത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് 100% നീതി പുലർത്താൻ തനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തുറന്നു പറച്ചിലുകൾ തന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. അത് പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും തന്റെ നിലപാടുകളിൽ മാറ്റമില്ല. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് തന്റെ പ്ലസ് പോയിന്റ് ആണെന്നാണ് സുധാകരൻ വിശ്വസിക്കുന്നത്. 2 തവണ മന്ത്രിയായ സുധാകരൻ ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നവർക്കെതിരെ അദ്ദേഹം രൂക്ഷ മറുപടി നൽകി. ഇങ്ങനെ ചോദിക്കുന്നവർ യഥാർത്ഥ മാർക്സിസ്റ്റുകാരനല്ല. എത്ര തവണ മന്ത്രിയായി എന്നതിലല്ല, ആ സ്ഥാനത്തിരുന്ന ജനങ്ങൾക്കായി എന്ത് ചെയ്തു എന്നതിലാണ് കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസന കാര്യങ്ങളിൽ താൻ കൊണ്ടുവന്ന മാറ്റങ്ങളും പൊതുമരാമത്ത് വകുപ്പിലെ ശുദ്ധീകരണവും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു. സ്ഥാനം ലഭിച്ചപ്പോൾ അത് ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചു എന്ന സംതൃപ്തി തനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പാർട്ടിയിലോ മുന്നണിയിലോ ചേരാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നാലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ആർക്കെതിരെയും വ്യക്തിഹത്യ നടത്താൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളെക്കുറിച്ചും സൈബർ ഇടങ്ങളിലെ അനാവശ്യ പ്രവണതകളെക്കുറിച്ചും സുധാകരൻ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു. വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാകണമെന്ന സൂചനയും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വവുമായി സുധാകരൻ കുറച്ചു കാലമായി അകൽച്ചയിലായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന പരാതിയും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ ഇതിനെല്ലാം കൃത്യമായ മറുപടിയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. താൻ പാർട്ടിയെ ചതിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാൾക്ക് എങ്ങനെയാണ് പാർട്ടി ആക്ഷേപിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വരും ദിവസങ്ങളിൽ സുധാകരന്റെ ഈ നിലപാടുകൾ പാർട്ടി വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും കേരള രാഷ്ട്രീയത്തിലെ സുപ്രധാന ശബ്ദമായി സുധാകരൻ തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. പാർട്ടി അംഗത്വം ഇല്ലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ താൻ അറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വിമത സ്വരമുയർത്തി മറ്റൊരു മുന്നണിയിലേക്ക് പോകുമെന്ന വാർത്തകൾക്ക് ഇതോടെ അന്ത്യമായിരിക്കുകയാണ്. UDF കേന്ദ്രങ്ങൾ സുധാകരന്റെ വരവിനെ കുറിച്ച് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത് പാടെ തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പദവി തനിക്ക് ആവശ്യമില്ല. വ്യക്തിഹത്യ ചെയ്യുന്നവർ അത് തുടരട്ടെ. താൻ തന്റെ വഴിയിൽ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാനമായി രാഷ്ട്രീയ പ്രവർത്തകർ ലാളിത്യവും സത്യസന്ധതയും കൈവിടരുതെന്ന് അദ്ദേഹം ഉപദേശിച്ചു. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ ജനങ്ങളെ മറക്കരുത്. പ്രസ്ഥാനത്തിന്റെ അടിത്തറ കാത്തു സൂക്ഷിക്കാൻ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ മാറ്റിവെക്കണമെന്നും ജി സുധാകരൻ ഓർമ്മിപ്പിച്ചു.